നമസ്കാരമുണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാവരും എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും. ഞാൻ ഈ നാട്ടിലെ പൊതു കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. 67 വർഷമായി ഈ വിരലും കൊണ്ടാണ് ഇവിടുത്തെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയുള്ളത്. അതുകൊണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം ജനകോടികൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരണം. കാരണം നമ്മൾ വരുമ്പോൾ കൈ ഇങ്ങനെ മലർത്തി പിടിച്ചിട്ട് വന്നിട്ടുള്ളത്, അത് ചുരുട്ടി പിടിച്ചിട്ടായിരുന്നു. ഇനി തിരിച്ചു വരുമ്പോൾ ഒരു ഉടുതുണി പോലും ഇല്ല, വായിൽ പല്ലില്ല, തലയിൽ മുടിയില്ല, കക്ഷത്ത് മുടിയില്ല. അങ്ങനെയാണ് വരവ്. തിരിച്ചു പോകുമ്പോൾ എന്തൊക്കെ ഇവിടുന്ന് ആരൊക്കെ കുറേ വന്നു, ഇടയിലൊക്കെ കയറി എന്തൊക്കെ കുറേ ചെയ്തു, എന്നിട്ടാണ് പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയാണ് ഞാൻ എപ്പോഴും പറയാം. മുസ്ലിം പേരുള്ളവർ താൻ എന്തോ ഒരു സംഭവമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ആക്കണം. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് ഞാൻ പറയാൻ പറ്റുന്നത്, ഇന്ന് 29 ജൂൺ 2025, ഇവിടുത്തെ കണക്കനുസരിച്ച് 3-ാം പെരുന്നാൾ. അപ്പോൾ ഇവിടുത്തെ എന്ന് വെച്ചാൽ കേരളത്തിലെ. അപ്പോൾ ഇന്ന് ജിമെയിൽ കമ്പനിക്കെതിരെയാണ് ഇന്ന് പറയുന്നത്. ഒരുപാട് തീവ്രവാദികളാണ് ഇതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്നത്. നസ്രാണികളെ നശിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഓരോ വ്യക്തികൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി പറയുന്ന സ്ഥലങ്ങളിലേക്ക് വരും കാര്യങ്ങൾ. അതായത് ജിമെയിൽ കട്ട് ചെയ്താൽ ആർക്കും ടെലിഫോൺ ഇൻ്റർനെറ്റ് വേണ്ടി വരില്ല. ഒരു കാര്യം അവിടെയാണ്. ഒരാൾക്കും വേണ്ടി വരില്ല. അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, അതിലേക്ക് ഇപ്പോൾ ഏതാണ്ട് ജിയോൻ്റെ കഴിവുകൊണ്ട് പോകുന്നുണ്ട്. വളരെ മോശമാക്കിയിട്ട് ഇവർക്ക് കിട്ടിയതൊന്നും പോരാന്ന് പറയാണ്. പക്ഷേ തികയും ഈ ജിയോൻ്റെ കമ്പനി മുതലാളിമാരോടും എഞ്ചിനീയർമാരോടും പറയാണ്, അശോക് ലൈലൻ്റെ ലോറിയുടെ മുതലാളി മരിച്ചു കിടന്ന സ്ഥിതി നിങ്ങളൊന്ന് ഓർക്കണം. അതിലും പരായിട്ടായിരിക്കും നിങ്ങൾ പോവുക. കാരണം നിങ്ങളെ ഒരാൾ തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല. പണ്ട് ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾ കോഴിക്കോട്ടുകാരൻ, ഒരു കോയാക്ക, പട്ടാളപ്പള്ളിയുടെ കരാറ് എടുത്തിട്ടുള്ള, പിന്നെ കോയാസിലെ കോയാക്ക, അവസാനം ചത്ത് വീർത്ത വയറും കൊണ്ട് അദ്ദേഹം 7 കൊല്ലം ജീവിച്ചു. അതും കെട്ട വാസനയും കൊണ്ട്. ഇതിലും മോശമായിട്ടായിരിക്കും നായ്ക്കളെ നിങ്ങളൊക്കെ ഉണ്ടാവുക. എനിക്കത് പറയണം. ഇത് ഇനി അനുഭവിക്കാൻ വരുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം 80% പെൺകുട്ടികൾ മരിക്കാൻ ഇടവരും. അത് വെറും മരണമായിരിക്കില്ല, ഗവൺമെൻറ് നശിപ്പിക്കുന്ന സംവിധാനത്തിലേക്ക് വരും. അതൊക്കെ ഈ വിവരക്കേടാണ്, ജിമെയിലിൻ്റെ കൊള്ളത്തരം. ആരാണ് കള്ളത്തരം ചെയ്ത് അവരെ പിടിച്ചിട്ട് അവരെ പറഞ്ഞ കാര്യങ്ങൾ പുറത്ത് വന്നിട്ട് അവരൊരു മര്യാദ പറയുന്നുണ്ടോ, പിന്നെ ഒരു മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വെക്കണ്ട. എന്നെ പോലുള്ളവരെ ജിമെയിൽ കെട്ടിയതാൽ നിങ്ങളുടെ ഈ കളിയൊന്നുമല്ല. എനിക്കത് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഒരു മൈലും വരില്ല. ജിമെയിൽ പൂർവന്മാരെ, പട്ടികളെ, തെണ്ടികളെ, നിങ്ങളോട് പറയാം, എനിക്കത് ഉപേക്ഷിച്ചാൽ ഒരു മൈലും വരില്ല. പകരം നിങ്ങൾക്കൊക്കെ വരും. മനസ്സിലായോ ഞാനെന്താ പറയണമെന്ന്? നിങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു മരുന്നുണ്ടാക്കിയില്ല. ഇവിടെ കൊറോണ വൈറസിന് നിൻ്റെ ഒന്ന് ഉമ്മാൻ്റെ പോറ്റുന്നല്ല നായിൻ്റെ മാനെ മരുന്നെടുത്ത് കൈകാര്യം ചെയ്തിരുന്നത്. അതുപോലെ ഓരോ കാര്യങ്ങൾ എൻ്റെ നുണ പ്രചരിപ്പിച്ചതുകൊണ്ടോ, എൻ്റെ ഫോണിൽ വന്ന് അശ്ലീലങ്ങൾ കയറ്റിയതുകൊണ്ടോ ഞാൻ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവില്ല. അത് ചെയ്യുന്നത് മുസ്ലിം ലീഗ് പൊലയാട്ടികളാണ്. അവർക്ക് നേരെ നിങ്ങൾ നടപടി എടുക്കുക, എന്നിട്ട് കാണിക്കുക. നിങ്ങൾ കോൺഗ്രസ്സുകാരാണ് ഇവിടെ കൊള്ളയും കൊലയും ഫുള്ളായിട്ട് ചെയ്യുന്നത്. അവർക്ക് നേരെ നടപടി എടുത്ത് കാണിക്കുക. ഇവിടുത്തെ ഒരു പോലീസും പട്ടാളും ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു പേരിൽ ഒരു നടപടി എടുക്കില്ല, ഒരു ലീഗിൻ്റെ പേരിൽ എടുക്കില്ല. അത് ഊമ്പിയാൽ മതി നായ്ക്കളെ. എനിക്കത് പറയേണ്ടി വരികയാണ്. ഞാനിത് പറഞ്ഞു വരിക. പൊതു കാര്യങ്ങൾ എല്ലാ കാലത്തും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഇട്ടിരുന്ന ഫയല് ഇതിലൊരു ചെറിയൊരു പോസ്റ്റ് കാണും. ഒരു 10-30 ഡയറിൻ്റെ എൻ്റെ കയ്യിൽ. ഈ ഡയറി വെറുതെ ഉണ്ടായതല്ല. ഞാൻ എൻ്റെ ഓരോ ദിവസത്തെ അനുഭവം, അന്ന് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും എഴുതാൻ വിചാരിച്ചാൽ ഒരു ദിവസം 500 ഡയറി എഴുതണം. അപ്പോൾ അതുകൊണ്ടല്ല, പല സമയങ്ങളിൽ പല തരത്തിലുണ്ടാക്കിയ ഡയറി കുറിപ്പാണ്. അതിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ AK അന്തോണിയച്ചായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. കാലഘട്ടം നിങ്ങൾക്കറിയാം. അന്നുണ്ടായിരുന്ന കുറേ വിവരക്കേടുകളാണ്. ആ വിവരക്കേട് കോൺഗ്രസ്സുകാർക്ക് അതൊന്നും അധികമൊന്നുമില്ല. കാരണം ഇന്ദിരാഗാന്ധി ഇവിടെ ഭരിച്ച സമയത്ത് 57-67 കോൺഗ്രസ് ഭരണം, നെഹ്റു ആയിരുന്നു ഭരണം. കേരളത്തിലെ മൊത്തം ജനങ്ങളെ പശിക്കിടാനുള്ള തീരുമാനങ്ങൾ അവിടുത്തെ കൂടി പാർട്ടിക്കാർ ചെയ്തു. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് അത് യോജിച്ചില്ല. എന്നാൽ കോൺഗ്രസ്സുകാർ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയോ? അത് നോക്കിയില്ല. അവിടെയാണ് പ്രശ്നം. ഭരണം ഏറ്റെടുക്കാനല്ല പണി, അത് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അതായത് മര്യാദ ചുറ്റുപാടിൽ ഏജൻസി വെച്ച് അത് ക്ലിയറായിട്ട് കൈകാര്യം ചെയ്യണം. ഏജൻസിയുടെ ഉള്ളിലേക്ക് JCB കൊണ്ട് പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോകണമായിരിക്കരുത്. പിന്നെ അതുപോലെ ജനങ്ങളുടെ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് പരമായിട്ട് വരണം. ഏതൊക്കെ കംപ്ലൈൻറ്റ്?
അതായത് ജനദ്രോഹ നയം എവിടെയാണോ ഉള്ളത് അത് തെരഞ്ഞെത്തി അതിന് നേരെ നടപടി എടുക്കണം. അതിന് ബന്ധപ്പെട്ട വകുപ്പിനെ തീരുമാനിക്കണം. അവരാദ്യം ഒരു വാണിങ്, ശരിക്ക് മനഃപൂർവ്വം കരുതി കൂട്ടി കുറ്റം ചെയ്യുന്നു എന്നവരുടെ കാര്യം ഞാൻ പറയില്ല. പിന്നെ തെറ്റ് എനിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി മേലിൽ ഞാൻ ചെയ്യില്ല എന്നൊരു അവസരം മാത്രമല്ല. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴല്ല വളരെ കാലമല്ലേ നാട്ടുകാരപ്പോൾ ഒരുത്ത ജീവിതകാലത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് എന്തെങ്കിലും സാഹചര്യത്തിൽ ചെയ്തു പോയാൽ പിന്നെ ഈ രാജ്യത്ത് തെറ്റ് ചെയ്ത പോലെ ആരും ഉണ്ടാവില്ല, എല്ലാ തെറ്റും ഇവനായിരിക്കും. ആ സമീപനമൊന്നും പറ്റില്ല. അയാൾ നേരിട്ട് അയാളുടെ ഈ ഇതുപോലെയുള്ള കയ്യിനും മനസ്സിനും പങ്കുള്ളത് മാത്രമേ എടുക്കാൻ സാധിക്കൂ. മറ്റുള്ള ഒന്നും നടക്കില്ല. നിങ്ങൾ ആരായോ എന്തായോ എൻ്റെ വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്കത് കേൾക്കാനുള്ള ബാധ്യത ഉണ്ട്, അതിൻ്റെ തീരുമാനങ്ങൾ ഇടാനുള്ളതുണ്ട്. എന്നെ ഇവിടുത്തെ ലീഗേര് സമസ്തയുടെ നായ്ക്കളും പൂറന്മാരൊക്കെ പാടെ ഒരുപാട് തകരാറ് ചെയ്തിരുന്നു. ഞാനത് പറയും, എനിക്ക് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കി. അതിനിവിടുത്തെ കുറേ പൂറ്റിലെ പോലീസുകാരുണ്ട്, പട്ടികൾ. എനിക്കത് പറയാൻ മടിയൊന്നുമില്ല. കാരണം അതങ്ങനെ എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് നോക്കണം, മനസ്സിലായില്ലേ? മകരമാസക്കുളിരിൽ ചെറുതായിട്ട് മേല് വെള്ളം നനയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നായിട്ട് വെള്ളത്തിൽ മുങ്ങിയാൽ പിന്നെ കുളിര് കാണില്ല. നിങ്ങൾ പോലീസുകാരത് മനസ്സിലാക്കണം. തോന്നിയ ദിവസം നിങ്ങൾ ചെയ്തിട്ടാ 1, 2 അല്ല 45 കൊല്ലം നായ്ക്കളെ നിങ്ങൾ ചെയ്ത്. നിൻ്റെ ഉമ്മാൻ്റെ പൂരിലെ യൂണിഫോം അല്ല നിങ്ങൾ ഇട്ടിട്ടുള്ളത്, കൃത്യമായിട്ടുണ്ടാക്കണം. ഞാൻ ഈ കയ്യും കൊണ്ട് എന്താണ് അവർ ചെയ്ത്, ഈ മനസ്സായിട്ട് എന്താ അവർക്ക് ചെയ്തതെന്ന് അവരോട് നോക്കണം. ആരെ കൂട്ടിയിട്ടാണ് ഞാൻ ചെയ്ത് നോക്കണം. എൻ്റെ ഫോണിൽ ആ തമ്മാടിത്തരംഗം ഉണ്ടാക്കി അത് കയറ്റിവിട്ട ഈ നായ്ക്കളെ ഇവിടെ എല്ലാ സ്ഥാപനങ്ങളും പൊളിച്ചുകൊണ്ടാണ്. ആ പള്ളി, മദ്രസ, അവരുടെ വീട്, അവരുടെ കൂട്ടുകുടുംബങ്ങൾ, അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പൊളിക്കണം. അതാണ് ചെയ്യേണ്ടത്. ശരിയായ നടപടിക്രമം എന്താണ്? ഇവിടുത്തെ 100% ആളുകൾക്ക് ജോലി കിട്ടാണ്ട്, ജോലി കൊടുക്കാണ്ട് ഇവിടുത്തെ മുഴുവൻ പെൺകുട്ടികളെ നശിപ്പിച്ച ഒരു കേസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ജിമെയിലിൽ പങ്കുണ്ടായില്ലേ, മനസ്സിലായില്ലേ? കള്ളത്തരം ചെയ്യുന്നവരെ നിങ്ങൾ പിടിച്ചോ, അതിൽ ഞാൻ സപ്പോർട്ട് പറയില്ല, മനസ്സിലായില്ലേ? ഒരു തവണ അയാൾ മാപ്പ് പറഞ്ഞാൽ, ഒരു തവണ അയാൾ പിന്നെ അയക്കാനിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് എൻ്റെ തീരുമാനം. അതെൻ്റെ സ്വന്തം തീരുമാനമാണ്. പക്ഷേ കരുതി കൂട്ടി കൊലപാതകം, അക്രമം, നാശനഷ്ടം ഉണ്ടാക്കിയവർക്ക് എൻ്റെ തീരുമാനം നിൽക്കില്ല, മനസ്സിലായില്ലേ? അബദ്ധവശാല അങ്ങനെ പറഞ്ഞു പോയി, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ അതിന് പങ്കുണ്ടാവും. മറ്റുള്ളതിലൊന്നും കാര്യമില്ല. കരുതി കൂട്ടി തെറ്റ് ചെയ്യണവനെ സംരക്ഷിക്കാൻ ഞാനാരാ പഠിച്ചോനാ? അതുകൊണ്ട് ജിമെയിൽ പുറമാരെ പട്ടികളെ, ഫേസ്ബുക്കിലുണ്ട് കുറേ നാറികൾ, എല്ലാവരെയും അല്ല പറയുന്നത്, ചില നാറികൾ, അവരാണ് ഈ അക്രമം ഫുള്ളായിട്ട് ചെയ്യുന്നത്. ഇത്തരക്കാരെ പിന്നെ പോലീസിനെ വിട്ട് അവരുടെ വീടും അവരുടെ നിലവിലുള്ള സമ്പാദ്യവും അവരുടെ കൂട്ടുകുടുംബങ്ങളുടെ സമ്പാദ്യവും അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും ഒക്കെ സീസ് ചെയ്തിട്ട് അതാണ് പോട്ടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ഇവിടെ ഒന്നും ഇടണ്ട. അവർ സുപ്രീം കോടതി പോയിട്ട് ഇതിൻ്റെ കൃത്യമായി ചോദ്യം ചെയ്ത് ക്ലിയറായിട്ട് ലെവലുള്ള സാധനം വെച്ച് അവർ വരട്ടെ. അത് വരും എന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. കാരണം സുപ്രീം കോടതി പോയിട്ട് ഇത് ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര നിസ്സാര കാര്യങ്ങളല്ല. അങ്ങനെ എന്തെങ്കിലും പരമ്പരെടുത്ത് കയ്യിൽ തരാനേ അവിടെ ഇരിക്കുന്ന ഭയപണ്ണന്മാരൊന്നുമല്ല. അതാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല ഇവിടുത്തെ ചില കാര്യങ്ങൾ ഇനി പൊതുജനങ്ങൾ തന്നെ തീരുമാനിക്കും. തെറ്റ് ചെയ്യാത്തവനെ നിരപരാധികളെ എടുത്തിട്ട് ഇത്തരത്തിൽ തകരാറ് ചെയ്താൽ, അവർ കൊടുക്കുന്ന അപേക്ഷകൾ നിരസിച്ചാൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും, മനസ്സിലായില്ലേ, മുഖ്യമന്ത്രി ആണെങ്കിലും ജനം ആൾക്കൂട്ടാക്രമണം ചെയ്യും. അവർ തുണി ഷർട്ടും കംപ്ലീറ്റ് കത്തിക്കും, എരിയുള്ള മുളക് കണ്ണിലും മൂക്കിലും തേക്കും. അതിന് പിന്നെ ആരോടും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് പിടിച്ച് കെട്ടുന്നതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഇത്ര ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്ന് അയാൾ നേരിട്ട് പറഞ്ഞാൽ ഗൗരവമായി ചിന്തിക്കും. പിന്നെ ആരാത് ചെയ്തത് എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടുന്നവരെ അയാളെ വിട്ടേക്കണം. മുങ്ങാനൊന്നും പറ്റില്ല, അത് തെളിയിക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ പച്ചമരുന്ന് മുഹമ്മദ് ഫതീൽ പട്ടാമ്പി, ഞാൻ ലക്ഷക്കണക്കിന് വീഡിയോ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ലീഗുകാർ എന്നെ അക്രമം ചെയ്തപ്പോഴാണ്, കോൺഗ്രസ്സുകാർ അതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോഴാണ്. CPMൻ്റെ ചില ആളുകൾക്ക്, എല്ലാവർക്കൊന്നും അതിൽ പങ്ക് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാനും ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാ ലീഗുകാരെയൊന്നും ഞാൻ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടില്ല, അതുപോലെ എല്ലാ കോൺഗ്രസ്സുകാരും പറഞ്ഞില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്ന കോൺഗ്രസ്സുകാർക്ക് സപ്പോർട്ട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കള്ളനെ ഉമ്മാൻ്റെ കൂട്ട് നായിൻ്റെ മക്കളെ. അതുകൊണ്ട് ആ പണിത്തരമൊക്കെ നിൻ്റെയൊക്കെ ഉമ്മാൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടോ. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തൊടിയിക്കില്ല, നശിപ്പിക്കിച്ചളിയും നിങ്ങൾ.